4-ാമത്തെ വയസ്സിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുക. 9-ാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടുക. 15-ാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടുക. 16-ാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ്. 17-ാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡ്. 18-ാമത്തെ വയസ്സിൽ ആത്മഹത്യ. ഇത് ഏതോ സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ അതിനാടകീയത കലർന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല. പൂനിലാവ് പോലെ പുഞ്ചിരിക്കാൻ കഴിയുന്ന, കണ്ണുകളിൽ വിഷാദത്തിന്റെ അനന്തസാഗരം തീർക്കാൻ കഴിയുന്ന, ഒരു നിമിഷാർദ്ധ നേരം കൊണ്ട് വിവിധ ഭാഗങ്ങൾ മുഖത്ത് മിന്നിത്തെളിയിക്കാൻ കഴിയുന്ന അഭൗമമായ അഭിനയത്തിന്റെ സുഗന്ധം കാലങ്ങൾ കടന്നു പടർത്തിയ ശോഭ എന്ന അഭിനേത്രിയുടെ ജീവിത കഥയാണ് ഇത്. താൻ അഭിനയിച്ച ഏകാകിനി എന്ന MT തിരക്കഥ എഴുതിയ സിനിമയിൽ നായികയ്ക്ക് തൻ്റെ ഭർത്താവിനോടൊത്തുള്ള ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ആ ജീവിതത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവാൻ കാണിച്ച പക്വത, എന്നാൽ അത് അഭിനയിച്ച നടിക്ക് തൻ്റെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞില്ല. ശോഭ നടന്നു പോയത് ആത്മഹത്യയിലേക്കായിരുന്നു. തനിക്ക് വേണ്ടി കാലം കരുതി വെച്ച ഒരുപാട് കഥാപാത്രങ്ങളെ ബാക്കി വെച്ചുകൊണ്ട് സ്വന്തം ജീവിതം പെട്ടെന്ന് തന്നെ ഒരു നിമിഷാർദ്ധ നേരം കൊണ്ട് ഇല്ലാതാക്കി കടന്നുപോയ അഭിനേത്രി ശോഭ. ഒരു ചിത്രശലഭം പോലെ മനോഹരിയായ പെൺകുട്ടി. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. പഴയകാല നടിയായ പ്രേമയുടെയും KP മേനോന്റെയും മകളായിരുന്നു ശോഭ എന്ന മഹാലക്ഷ്മി. മകളെ ഒരു സിനിമാ നടിയാക്കണമെന്ന അമ്മയുടെ തീവ്രമായ ആഗ്രഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അവളെ സിനിമയിലെത്തുന്നതിന് കാരണമായി. 4-ാമത്തെ വയസ്സിൽ JP ചന്ദ്രബാനു സംവിധാനം ചെയ്ത തട്ടുങ്കൽ തിരക്കപ്പെടുമെന്ന തമിഴ് സിനിമയിലാണ് അവൾ ആദ്യമായി അഭിനയിക്കുന്നത്. ബേബി മഹാലക്ഷ്മി എന്നാണ് അവളെ വിളിച്ചത്. നല്ല പ്രസരിപ്പും ചുറുചുറുക്കും അഭിനയശേഷിയുമുള്ള ബേബി മഹാലക്ഷ്മി വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് സിനിമകളിൽ ബാലതാരമായി തിളങ്ങി. സത്യനും നസീറും അഭിനയിച്ച ഉദ്യോഗസ്ഥ എന്ന സിനിമയായിരുന്നു ബേബി മഹാലക്ഷ്മിയുടെ ആദ്യ മലയാള സിനിമ. തുടർന്ന് ഒരുപാട് മലയാള സിനിമകളിൽ അവൾ അഭിനയിച്ചു. 9-ാമത്തെ വയസ്സിൽ PV ശങ്കർ സംവിധാനം ചെയ്ത യോഗമുള്ളവൾ അവൾ അല്പം വൈകിപ്പോയി എന്ന സിനിമയിലെ അഭിനയത്തിന് ആ വർഷത്തെ ഏറ്റവും നല്ല ബാലനടിക്കുള്ള സംസ്ഥാന അവാർഡ് അവൾക്ക് കിട്ടുകയുണ്ടായി. പിന്നീട് 15-ാമത്തെ വയസ്സിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത കമൽഹാസനും വിധുബാലയും അഭിനയിച്ച ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശോഭയ്ക്ക് ആ വർഷത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. തൊട്ടടുത്ത വർഷം തന്നെ 1977 ഏറ്റവും നല്ല സംസ്ഥാന അവാർഡ് ലഭിച്ചത് ശോഭയ്ക്കായിരുന്നു. തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത എൻ്റെ നീലാകാശം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആ വർഷത്തെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് അവൾക്ക് ലഭിച്ചത്. എന്നാൽ അവിടെയും നിന്നില്ല. തൊട്ടടുത്ത വർഷം 1978 ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡ്, ഉർവശി അവാർഡ് ശോഭയ്ക്കായിരുന്നു. പശി എന്ന ദുരൈ സംവിധാനം ചെയ്ത സിനിമയിലെ അഭിനയത്തിനാണ് അവൾക്ക് അവാർഡ് ലഭിച്ചത്. ബഹുമതികൾ ഒന്നൊന്നായി അവളുടെ പിന്നാലെ വന്നുകൊണ്ടേയിരുന്നു. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെല്ലാം അവൾ അഭിനയിച്ചുകൊണ്ടിരുന്നു. വളരെ പ്രശസ്തരായ അഭിനേതാക്കളോടൊപ്പമായിരുന്നു അവളുടെ അഭിനയം. എന്നാൽ ഒരു ചിത്രത്തിൽ പോലും അവൾ അവരുടെ ആരെയുടെയും നിഴലായി മാറിയില്ല. സ്വതസിദ്ധമായ സ്വാഭാവിക അഭിനയ സിദ്ധി കൊണ്ട് തന്നെ അവൾ അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ ആ സിനിമയിൽ മികച്ചു നിന്നു. തിരക്കായിരുന്നു ശോഭയ്ക്ക്. എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള തിരക്ക്. ആ തിരക്കിനിടയിലാണ് അവൾ ബാലു മഹേന്ദ്ര എന്ന സിനിമാറ്റോഗ്രാഫറുമായി പരിചയപ്പെടുന്നത്. തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫറായിരുന്നു ബാലു മഹേന്ദ്ര. പിന്നീട് ഏറ്റവും മികച്ച സംവിധായകനായി മാറി. ബാലു മഹേന്ദ്ര ശോഭയുടെ കുടുംബ സുഹൃത്തായിരുന്നു. തന്നെക്കാൾ 25 വയസ്സിലധികം പ്രായമുള്ള ബാലു മഹേന്ദ്ര ഒരു ഫാദർലി അഫെക്ഷനായിരുന്നു തുടക്കത്തിൽ. എന്നാൽ എവിടെയോ വെച്ച് അത് പ്രണയത്തിലേക്ക് വഴിതിരിഞ്ഞു. രണ്ട് പ്രതിഭകൾ തമ്മിലുള്ള പ്രണയം. അവിടെ വ്യത്യാസങ്ങളെല്ലാം അവർ മറന്നു. കുറ്റങ്ങളും കുറവുകളും മറന്നു. ബാലുവിന് തന്നെക്കാൾ ഒരുപാട് വയസ്സ് കൂടുതലുണ്ടെന്നോ, അദ്ദേഹം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ, ഒരു മകന്റെ അച്ഛനാണെന്നോ എന്നുള്ള ഒന്നും തന്നെ ശോഭയെ അലട്ടിയില്ല. പ്രണയം തലയ്ക്ക് പിടിച്ച സമയമായിരുന്നു ശോഭയ്ക്കത്.
എതിർപ്പുകളെ ഒന്നും വകവയ്ക്കാതെ ശോഭ വിവാഹിതയായി ബാലു മഹേന്ദ്രയുമായി. അതിനുശേഷവും ശോഭ അഭിനയം തുടർന്നുകൊണ്ടേയിരുന്നു. ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത കന്നഡ ചിത്രമായ കോകില എന്ന സിനിമയിൽ അവൾ അഭിനയിച്ചു. ആ വർഷത്തെ ഏറ്റവും നല്ല കന്നഡ സിനിമയിലെ സിനിമാറ്റോഗ്രാഫിക്കുള്ള അവാർഡ് ആ സിനിമയ്ക്ക് ബാലു മഹേന്ദ്രയ്ക്ക് ലഭിച്ചു. ഒരുപാട് മികച്ച സംവിധായകരുടെ മികച്ച സിനിമകൾ ഈ കുറഞ്ഞ സമയത്തിനിടയിൽ അഭിനയിക്കാൻ ശോഭയ്ക്ക് അവസരം കിട്ടി. പത്മരാജൻ തിരക്കഥ എഴുതി മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എൻ്റെ കൂട്ടുകാരി, MT തിരക്കഥ എഴുതി GS പണിക്കർ സംവിധാനം ചെയ്ത ഏകാകിനി, മോഹൻ തന്നെ സംവിധാനം ചെയ്ത 2 പെൺകുട്ടികൾ, ബാലചന്ദ്ര മേനോന്റെ ഉത്രാടരാത്രി, KG ജോർജിന്റെ ഉൾക്കടൽ, K ബാലചന്ദർ സംവിധാനം ചെയ്ത നിഴൽ നിജമാകരുത് എന്ന തമിഴ് സിനിമ, ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത കോകില, അഴിയാത്ത കോലങ്ങൾ, മൂടുപനി തുടങ്ങിയ ഒരുപാട് നല്ല സിനിമകളിൽ മികച്ച അഭിനയം കാഴ്ചവെക്കാൻ ശോഭയ്ക്ക് ഇതുവഴി സാധിച്ചു. എന്നാൽ ഒന്നും അധികകാലം നീണ്ടു നിന്നില്ല. ദേശീയ അവാർഡ് സ്വീകരിച്ച് ഏതാനും ആഴ്ചകൾക്കകം ശോഭ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തു. 1980 മെയ് 1. പിറ്റേന്ന് ലോകം ഉണർന്നത് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്തയുമായാണ്. ശോഭയുടെ മരണത്തിൽ പല ദുരൂഹതകളും പലരും ചൂണ്ടിക്കാണിച്ചു. എല്ലാവരും കൈ ചൂണ്ടിയത് ബാലു മഹേന്ദ്രയുടെ നേരെയായിരുന്നു. എന്നാൽ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഇത് പൂർണ്ണമായും ആത്മഹത്യയാണെന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് ശോഭ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം അപ്പോഴും ഉയർന്നു. ശോഭയുടെ അമ്മ ആകെ തളർന്നുപോയി. അവർ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിക്ക് ശോഭയുടെ മരണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചു. ഈ അന്വേഷണത്തിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ MG രാമചന്ദ്രൻ ഇടപെട്ടു എന്നത് അന്നത്തെ ഒരു വാർത്തയായിരുന്നു. ബാലു മഹേന്ദ്രയെ കേസിൽ കൊടുക്കാൻ വേണ്ടി MG രാമചന്ദ്രൻ ശ്രമിച്ചു എന്ന രീതിയിലായിരുന്നു അന്ന് വാർത്ത വന്നത്. ശോഭയുടെ അമ്മ പ്രേമ ആകെ തകർന്നിരുന്നു. പിന്നീട് 4 വർഷം മാത്രമേ അവർ ജീവിച്ചിരുന്നുള്ളൂ. 4ാമത്തെ വർഷം അവരും ആത്മഹത്യ ചെയ്തു. ബാലു മഹേന്ദ്രയുടെ സുഹൃത്തായ KG ജോർജ് ശോഭയുടെ ജീവിതം ആസ്പദമാക്കി ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ മലയാളത്തിലിറക്കി. എന്നാൽ ആ സിനിമ ബാലു മഹേന്ദ്രയെ വെള്ളപൂശാനാണെന്ന പേരിൽ വിമർശിക്കപ്പെട്ടു. വിവാഹത്തിന് ശേഷവും ബാലു മഹേന്ദ്ര തൻ്റെ ആദ്യ ഭാര്യയും മകനുമായി ബന്ധപ്പെടുന്നത് ശോഭയെ ആകെ നിരാശയാക്കിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ബാലു മഹേന്ദ്ര ഒരിക്കലും തൻ്റേത് മാത്രമാവില്ല എന്ന തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ അവളെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ജീവിതത്തെ കൂടുതൽ വിശാലമായി കാണാനും പക്വമായ തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായവുമായിരുന്നില്ല ശോഭയ്ക്ക് അപ്പോൾ. ശോഭ മരിക്കുമ്പോൾ അവൾക്ക് 17 വയസ്സ് മാത്രമേ പൂർത്തിയായിരുന്നുള്ളൂ. ശാലീന സുന്ദരമായ മുഖവും വിഷാദാർദ്രമായ കണ്ണുകളും ഭാവങ്ങൾ മിന്നിമറയുന്ന മുഖവും നമ്മിൽ നിന്ന് മായില്ല. വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ ഒരു പൂവ് പോലെ ഒരു നൊമ്പരമായി നമ്മിൽ ശോഭ എന്നും നിലനിൽക്കും. വീണ്ടും പതിവ് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.